ഹലോ മൈ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഒരുമിച്ച് ബാഗ് പാക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ബാഗ് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസോടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാളല്ലേ പോകുന്നിട്ടുണ്ട്, 2 ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറിപ്പാക്കുവാനും ഒന്ന് എനിക്കും ഒന്ന് എനിക്കുവാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 ബാഗും പാക്ക് ചെയ്യാം. ഒരു ബാഗൊക്കെ നമുക്കിപ്പോൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളുള്ളൂ. നമുക്ക് ഇത് പാക്ക് ചെയ്യാം. എല്ലാം നമ്മൾ മെഡിസിൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിക്കൊടുന്നപ്പോൾ തന്നെ മാർക്കറ്റ് വിചാരിച്ചിട്ട് ഡിയാമോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനാണ് കേട്ടോ. ഇത് നമ്മൾ നിർബന്ധമായിട്ടും കൈ കരുതേണ്ട ഒന്നാണ്. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ വേറൊരു ക്ലൈമറ്റിക്ക് മാറുമ്പോൾ അതിനുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കൈ കരുതണം. പിന്നെ നമ്മുടെ പനിക്കുള്ള ഗുളിക, നമ്മുടെ ഡോള്, നമ്മുടെ ദേശീയ ഗുളിക, പിന്നെ അലർജിക്കുള്ള ഒക്കാസെറ്റ്, അങ്ങനെ കുറച്ച് ഗുളികൾ നമ്മൾ കൈ കരുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ കടന്നോട്ടെ, ഇതിനെ മറക്കാം. അപ്പം നമുക്ക് ആദ്യം ഡ്രസ്സുകൾ വെക്കാം. 3 വുഡീസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും പിന്നെ നമ്മളതൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. വുഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വുഡീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വുഡിക്ക് പകരം നമുക്ക് കൊടുത്തിരുന്നൊക്കെ മറ്റേ തണുപ്പിനിടുന്ന ആ കോട്ടില്ലേ, അതാണ്. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തട്ടിത്തറഞ്ഞിട്ട് നടക്കാൻ സ്ഥലമില്ല. ടോട്ടൽ ഇപ്പോൾ 4 എണ്ണം കയ്യിലുണ്ട്. ഓൾറെഡി ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 4 എണ്ണം ഓരോരുത്തർ തന്നതുണ്ടായിരുന്നു. അത്രയും സ്നേഹമുള്ള ഫ്രണ്ട്സാട്ടോ എനിക്ക്. അപ്പോൾ നമ്മളിതാ 3 വുഡീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 വുഡി എടുത്തിട്ടുണ്ട്. പിന്നെ മട്ടിക്കല്ലേ, ഒരു ടോപ്പാണ്. കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല, എന്നാലും കൈ പിടിക്കാം. എനിക്കുള്ള ഇന്നറാണ്. പിന്നെ ഇതൊരു ഷർട്ടാണ്. പിന്നെ ഒരു കോട്ട് സെറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഒരു വ്ളോഗിൽ മണ്ണാർമലയിൽ നിന്ന് ഞാനൊരു കോട്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇത്. നിർത്തുന്നില്ല, നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും മടക്കിയേക്കേണ്ടി വരും. പിന്നെ കുമ്പാക്കുവിന് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 3 പാൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ കൈ കരുതിയിട്ടുള്ള ഡ്രസ്സുകൾ. പിന്നെ കുമ്പാക്കുവിന് 2 ടീഷർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്കാർഫും കൈ കരുതിയിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗ്ലൗസും സ്കാർഫും ക്യാപ്പുമാണ് കേട്ടോ. നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇടാം. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വിട്ടുതരാം. നമ്മൾ 2 പേരാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 2 ക്യാപ്പ് ഉണ്ട്, പിന്നെ 2 സ്കാർഫും 4 ഗ്ലൗസും ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇത് പ്രയർ ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ കൈ പിടിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ താജ്മഹൽ കാണാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ഗൗൺ കൈ പിടിച്ചതാണ്. ഇതൊന്നുമില്ല കേട്ടോ. ഓൺലി മറ്റേ കോട്ടിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈ പിടിച്ചു എന്നുള്ളൂ. നമുക്ക് ഡൽഹിയിൽ പോയിട്ട് നമുക്ക് താജ്മഹലിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കണം. പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസുകളാണ് കേട്ടോ. കുറച്ച് സ്കിൻ കെയറിൻ്റെ ഐറ്റംസുകൾ, കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചുകൊണ്ട് ഒരു യാർഡ്ലിൻ്റെ ബോഡി സ്പ്രേ എടുത്തിട്ടുണ്ട്. വെറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാ ടിഷ്യൂ ഉണ്ട്, അത് വാങ്ങിച്ചിട്ടില്ല, നമുക്ക് വാങ്ങിക്കണം. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ഉണ്ട്. പിന്നെ ഒരു ലിപ് ബാം. പിന്നെ നമ്മുടെ മസ്റ്റ് ഐറ്റം നമുക്ക് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ വിക്സ്. കാരണം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തലവേദനിക്കും. അപ്പോൾ അതിനുള്ള ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. നമുക്ക് നിർബന്ധമായിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മൾ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ്, നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ്. പിന്നെ 2 കോട്ടുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബാഗിൽ വെക്കാനുള്ള ഐറ്റംസുകൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റേ ബാഗിൽ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസുകൾ, അതേമാതിരി വെള്ളം കാര്യങ്ങൾ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാഗ് യൂസ് ചെയ്യുന്നത്. കാരണം 2 കൂടി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സും ഇതൊക്കെ മൊത്തത്തിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഒരു ബാഗിലും ബാക്കി എല്ലാ മിസ്സലേനിയസുള്ള ഐറ്റംസുകളൊക്കെ വേറെ മറ്റേ ബാഗിലും വെക്കാൻ നട്ടക്കെത്തില്ല. അപ്പോൾ നമുക്ക് ബാഗിൽ കടക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസുകളും ബാഗിക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ വെക്കുന്നത്. ബാഗിൻ്റെ ഏറ്റവും താഴത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് താഴത്ത് നിന്ന് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും അത് അങ്ങനെ മേലക്ക് വരും. അപ്പോൾ അതവിടെ താഴത്ത് കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും നമുക്കൊരു വിധത്തിൽ സെറ്റാക്കാം. ഇനി കുഞ്ഞിപ്പാക്ക് വന്നിട്ട് കുഞ്ഞിപ്പാക്കിനോട് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് മാറ്റിങ്ങാണ്ട് ആദ്യമൊന്ന് വെക്കാം കേട്ടോ. ഈ ഒരു പാൻറ് കുഞ്ഞിപ്പാക്ക് പോകുമ്പോൾ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്യണ്ട. പിന്നെ ഈ ഒരു ഷർട്ട്, പിന്നെ നമ്മുടെ പ്രയർ ഡ്രസ്സ് നമുക്ക് മുകളിൽ വെക്കാം കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതല്ലേ. ഈ ഒരു ടീഷർട്ട് നമുക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതിലോട്ട് വെക്കാം. നമ്മുടെ ഉദ്ദേശം വെക്കാം. സ്കാർഫ് വെക്കാം കേട്ടോ. അത് എത്ര ഉണ്ട് ഞാൻ നോക്കട്ടെ. 1 2 3 4 5 സ്കാർഫാണ് നമ്മൾ എടുക്കുന്നത്. അതൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. എന്തായാലും കൈ പിടിക്കാം, ആവശ്യം വന്നാലും യൂസ് ചെയ്യാലോ. നമ്മുടെ കോട്ട് സെറ്റും ആ ഒരു ഷർട്ടും വെച്ചു.
ഈ ഒരു സംഭവം നമുക്ക് താഴത്ത് വെച്ചാൽ മതി. എങ്ങനെയൊക്കെ അറിയാം, ഇതൊക്കെ എങ്ങനെയൊക്കെ വെക്കാന്ന് അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അറിവിൽ വെച്ചു. ഇനി കുൽപ്പാക്ക് വന്നിട്ട് നമുക്ക് കുൽപ്പാക്കിനോട് ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ. പിന്നെ അവിടെ ഫ്രൈഡ് റൈസ് ഞാൻ മുകളിലാട്ടോ വെക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഞാൻ മുകളിലാട്ടോ. എന്തായാലും നമുക്ക് ആവശ്യം വരുമല്ലോ. പിന്നെ നമ്മുടെ ഗ്ലൗസ് കാര്യങ്ങൾ അത് നമുക്ക് ഈ ഒരാളേക്ക് വെക്കാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് ആദ്യം എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് എടുക്ക് വെച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും കൊള്ളില്ല. നമുക്ക് നമ്മുടെ മേക്കപ്പ് ഐറ്റംസുകൾ, അതേമാതിരി നമ്മുടെ ടിഷ്യൂസ് കാര്യങ്ങൾ, പിന്നെ ഫുഡ് ഐറ്റംസുകൾ അതൊക്കെയാണ് കേട്ടോ വെക്കാനുള്ളത്. അതേതായാലും നമുക്ക് മറ്റേ ബാഗിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അതിന് കുറച്ച് ഐറ്റംസ് കൂടി കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ പാക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ പാക്കിങ്. അപ്പോൾ ഒന്നും ഇല്ല എന്നുള്ളത് ആദ്യം എടുത്ത് നോക്കേണ്ടി വരും. ഇതൊരാളും മറ്റേതൊരാളും ഉണ്ടോ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്താണ് മറ്റേ ബാഗും മറ്റേ സാധനവും കൊടുത്ത് ഇതൊക്കെ ആക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാശ്മീർ വീഡിയോസുകളും ഇനിയും പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്